Assalamualaikum, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാനും സേറും വേറെ ഒരാളും കൂടി ഉണ്ട്, അവരൊക്കെ ഇപ്പോൾ വരും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയ ഔട്ടിംഗ് വ്ളോഗാണ്. ഞങ്ങളിപ്പോൾ ആലപ്പുഴയിലേക്കാണ് പോണത്. അപ്പോൾ കുറേ നാളെ വിചാരിക്കണം ഞങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് എന്തായാലും കാണാം. എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കണത്? എന്തൊക്കെ സാധനങ്ങളാണ് ആദ്യയുടെ കയ്യിൽ? സോ അങ്ങനെ ഞങ്ങളുടെ ഹബ്ബ് എത്തിയിട്ടുണ്ട്. അപ്പം അത് ഇന്ദുവും ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ. അപ്പം ഞങ്ങളിനി ട്രാൻസ്പോർട്ട് ബസ്സിനാണ് കേട്ടോ പോണത്. ഹബ്ബിൽ നിന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഞാനും ഇന്ദുവും സേറും കുറച്ചായിട്ട് വിചാരിക്കണം നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്നിങ്ങനെ ഔട്ടിങ് പോകണം, വൺ ഡേ എവിടെയെങ്കിലൊക്കെ പോകണം. അപ്പോൾ ഫൈനലി ഇന്നാണത് ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി പോണത് ആലപ്പിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് ഈ പ്ലേസ് ഡിസൈഡ് ചെയ്തത്, നമുക്ക് ബോട്ടിംഗ് ഒക്കെ പോവാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായില്ല, നേരത്തെ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും വൈറ്റില്ല ഹബ്ബിൽ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇന്ദുവിടെ മൊത്തം തടി 1 കിലോ എണ്ണയാണ്. അപ്പോൾ അതേ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മതേ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നാണെങ്കിൽ ബസ് ഭയങ്കര ബ്ലോക്ക്. എന്തോ നോക്ക്, ഭയങ്കര ബ്ലോക്ക് കണ്ട. ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കണം കുറേ നേരമായി. അങ്ങനെ ഒരു 2 മണിക്കൂറത്തെ ജേണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആലപ്പി എത്തി. ഇത് ബ്ലോക്ക് ഉള്ളത് കാരണം അവിടെ റോഡ് പണി ആയതുകൊണ്ട് ഇത്ര, പാലത്തിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് ഇത്ര ബ്ലോക്കായിരുന്നു. ശരിക്കും ഒരു 1.5 hour മതി അവിടെ നമുക്ക് ശരിക്കും ഇവിടുന്ന് ആലപ്പുഴ എത്താൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തി. ടൈം ഇപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ട്. കുറേ നേരം ഞങ്ങൾ ബസ്സിലിരുന്നു കേട്ടോ. 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബസ് കയറിയതാണ്. കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അധികം. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ ബോട്ടിൻ്റെ സംഭവം ഉള്ളത്. അപ്പം നമ്മൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകണപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കണ്ടുവരാൻ എത്ര നേരം പിടിക്കും എക്സ്പ്ലോർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്? അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോണത് അല്ലേ? അത് ഈ ബോട്ടാണോ? ഇതിനെക്കാളും കുറച്ച് ചെറുതല്ലായിരുന്നു. ഇതാണല്ലേ ഇതിൽ ചെറുതുണ്ടോ? ഇല്ല. എന്താടി അത് കുലുക്കിയിട്ടുണ്ടാവും. വെള്ളം തരോ കൈകളി? നമ്മളിപ്പോൾ ഇവിടെ ഒരു ശിക്കാര ബോട്ട് എടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കയറാണ്. അപ്പോൾ 3 hours ജേണിയാണ് കേട്ടോ അവർ പറഞ്ഞേക്കണത്. നമ്മുടെ കാനാശ്ശേരി റൂട്ടൊക്കെയാണ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉള്ളേരിയൊക്കെ പറഞ്ഞല്ല, കുട്ടനാട് ഉള്ളേരിയും ഒക്കെ ഒരു 3 hour ജേണിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും കൂടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോണ വഴിയാണ് കേട്ടോ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ അവർ ഉള്ളിൽ നിർത്തി തരുമെന്നാണ് പറയണം നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ. അപ്പോഴത്തേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ശിക്കാരയിൽ. നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയിട്ടോ, കാനാശ്ശേരി അല്ല കൈനഗിരിയാണ് സ്ഥലം. കൈനഗിരി ആ ചെറിയ റൂട്ട് കൈനഗിരി. അതിൻ്റെ അവിടെ പാലൊക്കെ ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടൊക്കെ ആ വഴിയാണ് പോണത്. ഞങ്ങൾ ആദ്യം അങ്ങനെ പോകാൻ ഓർത്തത്. പിന്നെ ഇത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടി. അതായത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇത് വേണം ഒരു 10 പേരൊക്കെ നമുക്ക് സുഖമായിട്ട് പോവാം. ഫാമിലിയൊക്കെ വന്നാലും നമുക്കിത് മതി. കുട്ടികളൊക്കെ ഉള്ളപ്പോഴത്തേക്കും കുറച്ച് സേഫർ ഓപ്ഷനും പിന്നെ നമുക്ക് കുറച്ച് പ്രൈവസി ആയിട്ട് കുട്ടികൾക്കും അതൊരു ഇതായിരിക്കും. അങ്ങനെ ഇതാണ് ബെറ്റർ ഓപ്ഷൻ. അപ്പം ഞങ്ങളുടെ പോവാണ്. അടിപൊളി കേട്ടോ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഓരോരോ സ്പോട്ടിൽ നമുക്ക് ഫുഡ് ഓർഡർ എന്താ വേണ്ട വെച്ചാൽ ഓരോരോ
ബോട്ടിൽ നിർത്തിത്തരാം, അതിനൊന്നും പ്രശ്നമില്ല, എവിടെ വേണമെങ്കിലും അവർ നിർത്തിത്തരാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഉണ്ട് വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഇവിടെ ഇരുന്നിട്ടാണ് ആൾക്കാർ കാണുന്നത് എന്നാ പറയണം. ഇത് നോക്കിക്കേ, വ്യൂ അത്യാവശ്യം നല്ല വ്യൂ തന്നെയാണ് കാണാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളെ പൊക്കോണ്ടിരിക്കണം. അപ്പൊ പാപ്പക്ക് ഇഷ്ടായ ആദിക്ക ഇത്ര നേരം ഇവരാണെങ്കിൽ ബോറടിച്ചിരിക്കായിരുന്നു കേട്ടോ. ബസ്സിലൊക്കെ ട്രാവൽ ചെയ്ത് വന്നിട്ട് ഇവർക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായില്ല. ഒരാൾക്ക് തലവേദന, ഒരാൾ ഉറക്കമായിരുന്നു. ഇപ്പോഴാണ് ഇവരൊന്നിങ്ങനെ ഓണായി വന്നത്. അതെന്തോ ഒരു മോളെ കൊച്ചായിട്ടൊക്കെ പോകണം. കണ്ടീഷനാണ് ബോട്ടിൽ. സോ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു ഓരോരോ പ്ലേസ് കാണാൻ. അതായത് അറ്റത്തെത്തുമ്പോഴത്തേക്കും ചെറിയൊരു നാരോ ആയിട്ടുള്ളൊരു കോർണർ ഉണ്ട്, അവിടെയൊക്കെ നല്ല അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബ് വ്ളോഗർ അർച്ചന ദേവില്ല, അതിൻ്റെ വ്ളോഗിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ കൂടെ തന്നെ ഇങ്ങനെ ബോട്ടും കാര്യങ്ങളൊക്കെ പോണത്. അതും എന്താ കുട്ടനാട് പോലെ അങ്ങനെ എന്തോ അല്ലേ പ്ലേസ്. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അതോടൊപ്പം പിള്ളേരും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അവരും ഫ്രീ ആണല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അവരും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ അവരും ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ മൂന്നുപേരും ഓരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേർ അവരുടേതായ കാര്യങ്ങളിൽ അവരും എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ നമുക്ക് വീഡിയോസൊക്കെ എടുത്തു തരാൻ ഇപ്പോൾ അവരും വലുതായല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരും നമുക്ക് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി എടുത്തു തരാൻ എല്ലാം അവർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര പീസ് ആൻഡ് കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്തിയത് തന്നെ 12 മണിയായി. അപ്പോൾ കുറച്ച് വിശക്കണുണ്ടായിരുന്നു. നമ്മൾ വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വിശപ്പിൻ്റെ വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് നോക്കിയേ പാപ്പ, അങ്ങോട്ട് നോക്കിയിരിക്കുക രണ്ടുപേരും, അങ്ങോട്ട് നോക്കിയിരിക്കുക. അങ്ങനെ ടൈം കുറച്ച് അങ്ങോട്ട് ലേറ്റായി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശന്ന് തുടങ്ങി. പിള്ളേർക്ക് എസ്പെഷ്യലി പറയണ്ടല്ലോ, അവർക്കും ഭയങ്കര വിശന്ന് തുടങ്ങി. അപ്പോൾ ഇതിന് മുന്നേ ഒരു സ്ഥലത്തെപ്പോൾ ആ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഞ്ച് കഴിക്കണോ? നമ്മളോട് വേണ്ട, കുറച്ചും കൂടെ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴത്തേക്കും ലഞ്ചിൻ്റെ അവിടെ നിർത്തണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്കും ആ ചേട്ടൻ നമ്മുടെ ബോട്ടൊക്കെ അടുപ്പിച്ച് ഞങ്ങളുടെ അങ്ങനെ ഇറങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഡക്ക്, പിന്നെ കരിമീൻ, പിന്നെ ഇന്ദുക്കൊക്കെ ചെമ്മീൻ ഇഷ്ടമാണ്. സേറക്ക് പിന്നെ ഇങ്ങനത്തെ നോർമൽ ഫുഡിനോട് ഒന്നും ഇഷ്ടമല്ല. അവൾക്ക് ഈ ഷേക്ക്, പിന്നെ സ്നാക്സ്, അങ്ങനത്തെ ഫ്യൂഷൻ ടൈപ്പ് ഫുഡൊക്കെയാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. അതായത് ചോറ് കറി അങ്ങനത്തെ അവൾക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ അവളോട് ഞങ്ങൾ ചോദിച്ചില്ല. ഇവിടെ പിന്നെ ഇങ്ങനത്തെ ഫുഡായിരിക്കുമല്ലോ കിട്ടുന്നത്. ഞാനെന്തും ഒരേ ഒരു ടേസ്റ്റിൽ പോണ ആളാണ്. ഞങ്ങൾക്ക് ചോറെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. മീൽസൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ അവിടെ വന്ന്, അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് നമ്മൾ അധികം മെനു കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ പറഞ്ഞ് ഫിഷ് എങ്ങനത്തെ വേണം, ഏത് സൈസ് വേണം, എത്ര കിലോക്കൊക്കെയാണ് റേറ്റ്. അപ്പോൾ കരിമീനും ചെമ്മീനും അറിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ എന്നാൽ കരിമീൻ മതി. പിന്നെ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, താറാവ് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡും കൂടെ ടേസ്റ്റ് ചെയ്യാൻ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ആലപ്പി എന്ന് പറഞ്ഞ പ്ലേസ് പ്രിഫർ ചെയ്തത്. പല വെറൈറ്റി സീ ഫുഡ് ഉണ്ടാകുമല്ലോ. പയ്യ ഒരാള് ഫസ്റ്റ്. തൂവലെടുക്കാൻ പാടില്ല കേട്ടാ. അതാണ് ഇടാൻ പോണത്. അപ്പോൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവർ ഫിഷ് എല്ലാം ക്ലീൻ ചെയ്ത്
കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അങ്ങനെ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അവർ നമുക്കിത് ലഞ്ചൊക്കെ സെർവ് ചെയ്ത്. അപ്പോൾ നമ്മൾ മീൽസ് ആയിരുന്നേ പറഞ്ഞിട്ടുണ്ടായത്. ഒബ്വിയസ്ലി ഇവിടെ വന്നാൽ പിന്നെ മീൽസ് തന്നെയാണ്, വേറെ വെറൈറ്റി അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ആകെ ഞാൻ നേരത്തെ കാണിച്ച പോലെ കരിമീനും ചെമ്മീനും ആയിരുന്നു. അപ്പോൾ ചെമ്മീൻ വേണ്ട, നമ്മളിപ്പോൾ കരിമീൻ ആക്ച്വലി കരിമീൻ പൊള്ളിച്ചതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെച്ചത്. പക്ഷെ ഇപ്പോൾ സമയം ലേറ്റായി. ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 2:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പൊള്ളിക്കാനൊന്നും സമയമില്ല എന്നൊരു കരിമീൻ ഫ്രൈ ആയിരുന്നു ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ. കരിമീൻ ഫ്രൈയും പിന്നെ ബീഫും ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. സാമ്പാർ 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 വെച്ചൊന്ന് കഴിച്ചു നോക്കിയത്. അങ്ങനെയാണ് കറികളൊന്നും കുറെ ഇഷ്ടം. ഒരു മൂരാഴ്ചയായി പോയല്ല. ഞാൻ എന്റെ ഫുഡ് ഷെയർ ചെയ്യൂല. സോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച്, നല്ല ഹോംലി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് അതേപോലെ അവിടെ ബാക്കി പിള്ളേരെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഷിക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാറ് പ്രശ്നം എന്താ നേടി? ഒരെണ്ണം എനിക്ക് പാപ്പു. ഓക്കെ. സോ ഞാൻ ഈ ഒരു ഐസ്ക്രീം ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഒരു സൈഡിൽ നമ്മുടെ വാനില പ്ലസ് നട്ട്സ്, മറ്റേ സൈഡിൽ എന്താ നമ്മുടെ സ്ട്രോബെറി പ്ലസ് അതിൻ്റെ കേക്കിൻ്റെ കുറച്ച് മിസ്റ്റ്, അങ്ങനെയാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നമ്മുടെ ബോട്ടിൽ കയറി. മാമല കണ്ടോണത്. മാമല കണ്ടോണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ സമയമായിരുന്നു കേട്ടോ. പല പല ആംഗിളിൽ പല പല വെറൈറ്റീസിലൊക്കെ ഫോട്ടോസും റീൽസൊക്കെ എടുപ്പിക്കായിരുന്നു. എനിക്കാണ് കൂടുതൽ ക്രൈസ് ഉള്ളത്. സേറക്ക് തീരെയില്ല. ഫോട്ടോ എടുത്താലും കൊള്ളാം, എടുത്തില്ലെങ്കിൽ അവൾക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഇന്ദുക്ക് പിന്നെ കുറച്ച് നല്ല ഫോട്ടോ കിട്ടിയാൽ അവളൊന്ന് അടങ്ങിക്കോളും, പിന്നെ കൂടുതൽ അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ എനിക്ക് എത്ര കിട്ടിയാലും പല പല ആംഗിളിൽ ഞാൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് എടുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അവരുടെ രണ്ടുപേരും ഇന്ദുടെ സേറയുടെ വയറൊക്കെ ഫുള്ളായിരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നത് ആദ്യം പാപ്പുമായിരുന്നു. പിള്ളേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരെ കൊണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് റീൽസിനും ഫോട്ടോസിനൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നല്ല മീൻസ് നമുക്ക് എനിക്കിതിനെ കൂടുതൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെ ഇങ്ങനെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സ്പീഡ് ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്പീഡ് ബോട്ട് റൈഡ് വേണോന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ അതിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ട്. ഈ ഒരു ടൈമിൽ തന്നെയായിരുന്നു കേട്ടോ ഗവൺമെൻറ്റിൻ്റെ ബോട്ടും ഉണ്ടായിരുന്നത്. അതിലും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഷിക്കാര ബോട്ട് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് കണ്ണ് ചിമ്മി തുറക്കുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴായിരിക്കും ഞങ്ങളൊരു ചെറിയ നാര പോലത്തെ ഒരു ലൈനിൽ നമ്മളെ കൊണ്ടുപോകും. അതായത് അപ്പുറം ഇപ്പുറം 2 വീട്, അതിൻ്റെ നടുക്കൂടെ ചെറിയ ഇതിൽ കൂടെ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ബോട്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെങ്കിലും അപ്പുറത്തേക്കുള്ള വഴിയില്ല എന്നറിഞ്ഞ് പറഞ്ഞു. അപ്പം നമ്മൾ അയ്യോ സ്ഥലം എത്തിയാന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് റൈഡ് കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താറാക്കൂട്ടങ്ങൾ കണ്ടു. നമ്മ പ്രതീക്ഷ പോലെ ആയിരുന്നില്ല കേട്ടോ ഷിക്കാർ റൈഡ്. അധികം റൈഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആണെങ്കിലാ എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് തരാം. ഇന്ന് പെണ്ണ നീ തറാ ഗൈസ്. Sarah. ഹലോ. നമ്മളിപ്പോ എവിടെയാ പോണത്? നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്കാണ് പോണത്.
നമ്മുടെ ഷിക്കാര ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് എത്തി. ഒരു സമയം വെയിലുള്ള കുറച്ച് സമയമായിരുന്നു കേട്ടോ. ഏതായാലും നമ്മൾ ആലപ്പുഴ വന്നാലും എന്തായാലും ബീച്ചും കൂടെ കവർ ചെയ്തിട്ട് പോയി. ഇനി നമുക്ക് വേറെ എവിടെയും കവർ ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഇവിടെ ബീച്ച്, ആലപ്പുഴ ബീച്ച് എന്നറിയാലോ, ഭയങ്കര വലിയ ബീച്ചാണ്. അതേപോലെ ഒരു തണലില്ലാത്തൊരു സ്ഥലം. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഓടിക്കയറി നിൽക്കാന്ന് വെച്ചാൽ ബീച്ചിൽ അങ്ങോട്ട് പോയാൽ പിന്നെ തണലില്ലാത്തൊരു സ്ഥലമാണ്. അപ്പം നമ്മുടെ ബോട്ട് റൈഡ് എന്ന് പറയുന്നത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നില്ല കേട്ടോ. ബോട്ട് റൈഡ് എന്ന് പറയുന്നത് കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഒരു ചെറിയ നാരോ ആയിട്ടുള്ളൊരു ലൈനിൽ കൂടെ രണ്ട് അപ്പുറം ഇപ്പുറം വീടുകളായിട്ട് നമുക്കിങ്ങനെ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ല, ഓരോ സാധനങ്ങളൊക്കെ വീടിന് ഫ്രണ്ടിൽ ഇങ്ങനെ വഞ്ചിയിലൊക്കെ വിൽക്കാൻ കൊണ്ടുവന്നത്. എൻ്റെ മനസ്സിൽ അതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത് അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ശരിക്കും പറയാൻ ഞങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കേട്ടോ. ബീച്ചിൽ ഞങ്ങൾ എക്സ്പെക്റ്റേഷൻ വേറെ, റിയാലിറ്റി വേറെ, അങ്ങനെയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ബീച്ചെത്തി. അപ്പോൾ ഇത് ഇന്ദുവും പിള്ളേരൊക്കെ കൂടെ ബീച്ചിൽ ഇറങ്ങി. ഞാൻ എന്തായാലും ഇറങ്ങണില്ല എന്ന് വിചാരിച്ചു, ഷൂ ആയിരുന്നു ഇട്ടേച്ചത്. അങ്ങനെ ബീച്ചിൽ ഞാൻ അങ്ങനെ നിന്നപ്പോഴാണ് ഇവിടെ ക്യാമറാമാൻ ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഫോട്ടോസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും ഫസ്റ്റ് നമുക്ക് ഫോട്ടോ എടുപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാമറമാനെ കൊണ്ടിട്ട് ഞങ്ങൾ ഫോട്ടോ എടുപ്പിച്ചു. എനിക്ക് ഒന്നാമത് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വീഴും ഫോട്ടോ വീഡിയോ എന്ന് പറഞ്ഞു. പിന്നെ ക്യാമറയിലും കൂടെ എടുക്കുമ്പോൾ കുറച്ച് നല്ല പ്രൊഫഷണലായിട്ട് അവർ എടുത്തു തരുമല്ലോ എന്ന് പറഞ്ഞാൽ ക്യാമറമാനെ കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ 3 പേരെ എടുപ്പിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേരെ 2 പേരെ അങ്ങനെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ചേട്ടനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ ഞങ്ങൾ എടുപ്പിച്ചു. ബീച്ചിലൊക്കെ കുറച്ച് നേരം ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഇറങ്ങിയില്ല, അവരൊക്കെ ബീച്ചിലിറങ്ങി. ഞാൻ ഷൂ ആയതുകൊണ്ട് ഷൂ നനയും, അതുകൊണ്ട് ഇപ്പം ഞാൻ ഇറങ്ങിയില്ല. ഭയങ്കര വലിയ ബീച്ച്. ഞാൻ കുറേ നാളായിട്ടുണ്ടായിരുന്നേ നമ്മുടെ ആലപ്പി ബീച്ചിൽ വന്നിട്ട്. നമ്മുടെ ഭയങ്കര ഒരു വലിയ ബീച്ച്. മഴ പെയ്യാൻ പോകുന്നതാണ് ക്ലൈമറ്റ്, വെയിലൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റാണ്. നമ്മൾക്കപ്പോൾ ഇനി തിരിച്ച് പോകാൻ സമയം ഇപ്പം ഇറങ്ങിയാൽ ഇപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ ഉണ്ട്. ഇപ്പം ഇറങ്ങിയാലേ നമ്മുടെ കറക്റ്റ് വീട്ടിൽ എത്തുള്ളൂ. സോ അങ്ങനെ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് എല്ലാവർക്കും ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങ് നേരെ ഓട്ടോ പിടിച്ച് നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വന്ന് അങ്ങനെ ബസ് കയറി. അപ്പോൾ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്താൻ വേണ്ടിയിട്ട്. രാവിലെ വന്ന അത്രയും ബ്ലോക്ക് ഇല്ലെങ്കിലും കുറച്ച് ബ്ലോക്ക് തന്നെയായിരുന്നു. ഹലോ, അപ്പോൾ അതേ ഞങ്ങൾ തിരിച്ച് വൈറ്റില ഹബ്ബ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു 1 ഡേ ട്രിപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടായി പിള്ളേരെ നമ്മൾ ട്രിപ്പ്? ആദ്യത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ളോഗ്